Dear students, in the last class we learned about how to solve simple linear equations. Now we will discuss how to discuss simultaneous equations of first degree in two unknowns. Simultaneous equation means there will be two equations and all will be in the first degree variable. So x is x raised to 1, y is y raised to 1, and there are two unknowns. Two unknowns means x is a variable and y is also a variable. That type of equations are called simultaneous equation of first degree in two unknowns. അതായത് രണ്ട് ഇക്വേഷൻ ഉണ്ടാവും. രണ്ട് ഇക്വേഷനിൽ രണ്ട് വേരിയബിൾ ഉണ്ടാവും. രണ്ട് വേരിയബിളിന്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തണം. എക്സിന്റെയും വൈന്റെയും കണ്ടെത്തണം. പിന്നെ എല്ലാം ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. എക്സ് റേസ് ടു 1, എക്സ് റേസ് y റേസ് ടു 1, എക്സ് സ്ക്വയറോ വൈ സ്ക്വയറോ അങ്ങനത്തെ സെക്കൻഡ് ഡിഗ്രി ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ സൊല്യൂഷന്റെ മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് എന്നാണ്. എലിമിനേഷൻ മെത്തേഡ് പല മെത്തേഡ്സ് ഉപയോഗിക്കാം. അതിൽ ഒരു മെത്തേഡിന്റെ പേര് എലിമിനേഷൻ മെത്തേഡ് എന്നാണ്. So first we will learn about the elimination method. Let us discuss what are the steps we do in elimination method. First step is make the coefficient of one of the unknowns same in both the equations. Second step is add or subtract as the case may be the newly obtained equations. Then we get a single equation with one unknown. Third step is solve this equation and get the value of the unknown. Fourth step is substitute this value in one of the given equations. Fifth step is consequently we get a simple equation in the other unknown. Sixth step is solve that equation to get the value of the second unknown. Steps ഒന്നും കൂടെ പറയാം. സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. രണ്ട് ഇക്വേഷനിൽ രണ്ട് അൺനോൺ ഉണ്ടാവും. അതിൽ ഒരു അൺനോണിന്റെ മാത്രം കോഎഫിഷ്യന്റ് സെയിം ആക്കുക അല്ലെങ്കിൽ ഒരേപോലെ ആക്കുക. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഏത് ചെയ്താലാണ് ആ ഒരു അൺനോൺ പോകുന്നത് അത് ചെയ്യുക. ചിലപ്പോൾ അഡീഷൻ വേണ്ടി വരും, ചിലപ്പോൾ സബ്ട്രാക്ഷൻ വേണ്ടി വരും. അപ്പോൾ ഒരു സിംഗിൾ ഇക്വേഷൻ കിട്ടും, ഒരു അൺനോൺ മാത്രമുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനെ സോൾവ് ചെയ്യുക. നമ്മൾ സാധാരണ രീതിയിൽ അതിനെ സോൾവ് ചെയ്യുക. എന്നിട്ട് അൺനോണിന്റെ വാല്യൂ കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂവിനെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സിമ്പിൾ ഇക്വേഷൻ കിട്ടും. മെറ്റേ അൺനോൺ, രണ്ടാമത്തെ അൺനോണിലൂടെ സിമ്പിൾ ഇക്വേഷൻ കിട്ടും. ആ സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ സെക്കൻഡ് അൺനോൺ കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഈ സ്റ്റെപ്സ് ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ചെയ്യണ എങ്ങനെ മെത്തേഡ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ചെയ്യാനേ വരുള്ളൂ. എന്താ സ്റ്റെപ്സ് എഴുതാൻ വരാൻ സാധ്യത കുറവാണ്. Solve 4x plus 2y is equal to 6, 5x plus y is equal to 6. അപ്പൊ ഇത് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പല ജോലി അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതേണ്ടതായിട്ട് വരും. ബാങ്ക് ടെസ്റ്റോ PSC ടെസ്റ്റോ ഒക്കെ എഴുതേണ്ടതായിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് പലയിടത്തും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. 4x plus 2y is equal to 6, 5x plus y is equal to 6 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് സെയിം ആക്കണം. എക്സിന്റെ കോഎഫിഷ്യന്റിനെയോ അല്ലെങ്കിൽ വൈന്റെ കോഎഫിഷ്യന്റ് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. അപ്പൊ ഇവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ ശ്രമിച്ചിരിക്കുക. For eliminating x, make the coefficient of x in both the equations same. For this, multiply first equation by 5 and the second by 4. അപ്പൊ ആദ്യത്തെ ഇക്വേഷനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് സ്ഥലത്തും 20 വരും. അപ്പൊ സെയിം ആയി, കോഎഫിഷ്യന്റ് സെയിം ആയി. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷന് 5 വെച്ച് ചെയ്തിരിക്കുകയാണ്. 20x plus 10y is equal to 30 വന്നു. രണ്ടാമത്തെ ഇക്വേഷന് നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 20x plus 4y is equal to 24 കിട്ടി. ഇപ്പൊ രണ്ട് കോഎഫിഷ്യൻസ് സെയിം ആയിട്ടുണ്ട് എക്സിന്റെ. ഇനി ഇതിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം കൂടെ പൊക്കോളും. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 20x മൈനസ് 20x എന്താവും? 0x ആവും അല്ലെങ്കിൽ 0 ആവും. അപ്പൊ അത് പോയി. പിന്നെ 10y മൈനസ് 4y 6y ആയി. 30 മൈനസ് 24 6 ആയി. അപ്പൊ 6y is equal to 6 കിട്ടി. അപ്പൊ y equal to 1 അല്ലെ? y equal to 6 by 6 is equal to 1. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വേരിയബിളിന്റെ വാല്യൂ കിട്ടി. ആ വേരിയബിളിന്റെ വാല്യൂ കൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇടുക. ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ ഇട്ടാം. 4x plus 2y is equal to 6 ഇടാം.
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈക്വൽ ടു 1 ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ 4x പ്ലസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 6 വന്നു. അപ്പോൾ 4xന്റെ വാല്യൂ എന്താവും 6 മൈനസ് 2 ഈക്വൽ ടു 4. ദാറ്റ് മീൻസ് x ഇസ് ഈക്വൽ ടു 1. അപ്പോൾ സൊല്യൂഷൻ എന്താ x ഇസ് ഈക്വൽ ടു 1 ആൻഡ് y ഇസ് ഈക്വൽ ടു 1. അതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ രണ്ട് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ. അപ്പം ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, വീണ്ടും നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നല്ലോണം ക്ലിയർ ആവും. ഓക്കെ, ഇത് ബുക്കിൽ ചെയ്ത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് സോൾവ് 2x മൈനസ് y ഈക്വൽ ടു 5, 3x മൈനസ് 4y ഈക്വൽ ടു 10. അപ്പം എന്താ ചെയ്യണം, എക്സിന്റെ കോയിഫിഷ്യൻസ് സെയിം ആക്കണം. അതിന് എന്ത് ചെയ്യണം, ആദ്യത്തെ ഇക്വേഷന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്ത് വരും, ആദ്യത്തെ ഇക്വേഷന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x മൈനസ് 3y ഈക്വൽ ടു 15. രണ്ടാമത്തെ ഇക്വേഷന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x മൈനസ് 8y ഇസ് ഈക്വൽ ടു 20. ഇനി എന്ത് ചെയ്യണം, ഇതുവരെ രണ്ടുപേരും മൈനസ് ചെയ്യണം. മൈനസ് ചെയ്താലാണ് ഈ 6x പോയി കളയുള്ളൂ, അല്ലെങ്കിൽ അവിടെ 0 ആവുള്ളൂ. അപ്പം അത് മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. പിന്നെ മൈനസ് 3y മൈനസ് ഓഫ് മൈനസ് 8y വരും. അപ്പം എന്ത് വരും, പ്ലസ് 5y വരും അല്ലേ. പിന്നെ 15 മൈനസ് 20, അപ്പം എന്ത് വരും, മൈനസ് 5 വരും. ഇനി അതിൽ നിന്ന് 5y ഈക്വൽ ടു മൈനസ് 5 വരും. അപ്പോൾ y ഈക്വൽ ടു വാട്ട്, മൈനസ് 1. ഓക്കെ, ഇനി ഈ ഇക്വേഷന് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള ഏത് ഇക്വേഷന് 1 or 2 സെലക്ട് ചെയ്യാം. 1ലാണ് എപ്പോഴും ചെയ്യുന്നത്, അതുകൊണ്ട് 1ലേക്ക് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു 1 ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ 2x മൈനസ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 5. അപ്പോൾ എന്താ, 2x പ്ലസ് 1 ഈക്വൽ ടു 5. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ x ഇസ് ഈക്വൽ ടു 2. അപ്പോൾ സൊല്യൂഷൻ എന്താ, x ഇസ് ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു മൈനസ് 1ഉം. രണ്ടിൻ്റെയും വേരിയബിളിന്റെ വാല്യൂസും നമുക്ക് കിട്ടി. അപ്പോൾ അതോടെ പ്രോബ്ലം അവസാനിച്ചു. Next question, solve 4x plus 3y is equal to 2x plus 7 and 3x is equal to 3y plus 2x minus 1. അപ്പോൾ ഇതിനൊന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെയും എക്സ് കോയിഫിഷ്യൻ്റ് ഉണ്ട്, ഇവിടെയും 2x കോയിഫിഷ്യൻ്റ് ഉണ്ട്, ഇവിടെ 3x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 4x മൈനസ് 2xനെ ഇങ്ങോട്ട് എടുക്കുക. ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് 2xനെ എടുക്കുമ്പോൾ എന്ത് വരും, 4x മൈനസ് 2x ഇസ് ഈക്വൽ പ്ലസ് 3y ഈക്വൽ ടു 7. അപ്പം എന്ത് വരും, 4x മൈനസ് 2x വരും. അപ്പോൾ 2x പ്ലസ് 3y ഈക്വൽ ടു 7. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇക്വേഷൻ എന്താ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3x മൈനസ് 3y മൈനസ് 2x ഇസ് ഈക്വൽ ടു മൈനസ് 1. അതായത് 3xന്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ 2xനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പം എന്ത് വരും, 3x മൈനസ് 2x ഇസ് ഈക്വൽ ടു 3y മൈനസ് 1. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 3x മൈനസ് 2x മൈനസ് 3yനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് 3y ആവും, ഈസ് ഈക്വൽ ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, 3x മൈനസ് 2x x ആവും, മൈനസ് 3y ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ രണ്ട് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി. 2x പ്ലസ് 3y ഈക്വൽ ടു 7ഉം x മൈനസ് 3y ഈക്വൽ ടു മൈനസ് 1ഉം അല്ലേ. ഇനി ഇതിനെന്ത് ചെയ്യണ്ടേ, നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. ഇവിടെ എത്തിക്കഴിയുമ്പോൾ, ഈ സ്റ്റെപ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. എലിമിനേഷൻ മെത്തേഡ് എന്താ ചെയ്യാം, രണ്ടുപേരുടെയും ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് സെയിം ആക്കണം. അപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈന്റെ കോയിഫിഷ്യൻസ് സെയിം ആണ്, ഓൾറെഡി സെയിം ആണ്. ഇവിടെ 3y ഉണ്ട്, ഇവിടെ 3y ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് 0 ആയി പോണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക, 1 പ്ലസ് 2. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 2x പ്ലസ് x എന്ത് വരും, 3x വരും. 3y പ്ലസ് മൈനസ് 3y എന്ത് വരും, 0 വരും. അത് ഒമിറ്റ് ചെയ്തു, ആ ടേം പോയി. ഇനി 7 പ്ലസ് മൈനസ് 1, 7 പ്ലസ് മൈനസ് 1 എന്ത് വരും, 6 വരും. അപ്പൊ 3x is equal to 6 കിട്ടി. അപ്പൊ അതിന് x is equal to എന്താ, 2 കിട്ടി. അപ്പൊ ഒരു വേരിയബിൾ കിട്ടി, x ആണ്, 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x is equal to 2 in
എനി ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യാം. എക്സ് മൈനസ് 3y ഈക്വൽ ടു -1 അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 2 - 3y ഈക്വൽ ടു -1 അങ്ങനെ വന്നു. അപ്പൊ എന്താവും? 3y ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ +3y ആയി. പിന്നെ -1 ഇങ്ങോട്ട് എടുത്തു. അപ്പൊ എന്ത് വന്നു? 2 + 1 എന്ന് വന്നു. 2 + 1. അപ്പൊ എന്താ? 3y = 3 എന്ന് കിട്ടി. അപ്പൊ y = എന്താ? 1 ആയി. y = 1. അപ്പൊ സൊല്യൂഷൻ കിട്ടി. x = 2 ഉം y = 1 എന്ന് പറയുന്നതാണ് ഇക്വേഷന്റെ സൊല്യൂഷൻസ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ബുക്കിലെ എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇത് നോക്കാണ്ട് തന്നെ ചെയ്തു നോക്കുക. എവിടെയെങ്കിലും സംശയം വരുമ്പോൾ ഒന്ന് ജസ്റ്റ് സ്ലൈഡ് നോക്കുക. ഓക്കെ, അടുത്ത ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് y = 3 × x + 1 ആൻഡ് 4x = y + 1. അപ്പൊ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ല എന്താ പറയാ മിടുക്കനായ ഇക്വേഷൻ ആക്കാം. ഓക്കെ, y = ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്തായി? 3x + 3 ആയി. മറ്റേത് എന്തായി? 4x = y + 1. ഇനി നമുക്ക് എല്ലാവരും ഒരേ സൈഡിലേക്ക് ഇടാം. ഒരേ സൈഡിലേക്ക് ഇടാൻ വേണ്ടി -3x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -3x + y = 3. അതുപോലെ ഈ y ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ 4x - y = 1. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1, 2 എന്ന് നമ്പർ ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്താൽ മതി. കാരണം ഇതിൽ y കോഎഫിഷ്യൻസ് സെയിം ആയതുകൊണ്ട് നമ്മളൊന്നും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുതെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ y പൊക്കോളും. അപ്പൊ ആഡ് ചെയ്യുന്നു. ആഡിങ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? -3x + 4x എന്താവും? x ആവും. ഇനി +y + -y 0 ആവും. ആ ടേം 0 ആയി. പിന്നെ 3 + 1 4 ആവും. ഓക്കെ, അപ്പൊ x = 4 എന്ന് കിട്ടി. ഇനി x = 4 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഈ രണ്ടാമത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ 4x സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2 4x - y = 1. അപ്പൊ എന്ത് വന്നു? 4 × 4 16. 16 - y = 1 കിട്ടി. അപ്പൊ -y ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് 1 ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? y = 16 - 1 വരും. അപ്പൊ y = 15 എന്ന് വരും. അപ്പൊ ആൻസർ എന്താ? y = 15. അപ്പൊ രണ്ട് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. ഒരെണ്ണം x = 4 ഉം y = 15. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കുക, ക്ലിയർ ആവും. അടുത്ത ഇക്വേഷൻ ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാം. സോൾവ് 8x + 7y = 10 ആൻഡ് 11x = 10 × 1 - y. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഇക്വേഷൻ ഒന്ന് റെഡി ആക്കുക. ഓക്കെ, ആദ്യം അപ്പൊ 8x + 7y = 10 11x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു 10 - 10y. ഇനി എന്ത് ചെയ്യുക? ഇതിനേക്ക് ഒന്ന് ഈ y-നേക്ക് ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കാം. അതിനുവേണ്ടി 8x + 7y = 10 ഉം 11x + 10y = 10 ഉം. One into 11. First equation into 11 ചെയ്യുക. അപ്പൊ എന്ത് വരും? 88x + 77y = 110 വരും. ഇനി 2 × 8 ചെയ്യുക. അപ്പൊ എന്ത് വരും? 88x + 80y. കണ്ടോ? 10 × 8 എന്ന് പറയുന്നത് 80y = 80. ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട എലിമിനേഷൻ മെത്തേഡിൽ ആദ്യത്തെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഈ രണ്ട് ഇക്വേഷനിലും ആരുടെയും കോഎഫിഷ്യൻസ് സെയിം അല്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 88x - 88x എന്താവും? 0 ആവും. 77y -80y എന്ന് പറയുന്നത് എന്താ? -3y. ഇതെന്തായി? 110 - 80 എന്തായി? 30 വന്നു. ഓക്കെ, അപ്പൊ y = എന്താ? -3y = 30 വന്നു. അപ്പൊ y = അതിന്റെ അർത്ഥം -10 ആണ്. ഇനി ഈ y = -10 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 8x + 70
7 ഇൻറ്റു മൈനസ് 10 ഈക്വൽ ടു 10 വരും. അതായത് 8x പ്ലസ് 7 ഇൻറ്റു മൈനസ് 10 ഇസ് ഈക്വൽ ടു 10. അപ്പൊ എന്ത് വരും? 8x ഇസ് ഈക്വൽ ടു ഇത് മൈനസ് 70 ആവും. മൈനസ് 70 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് 70 ആവും. അത് 10 പ്ലസ് 70 ഈക്വൽ ടു 80. ഓക്കെ, അപ്പൊ 8x ഇസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. അപ്പൊ x ഇസ് ഈക്വൽ ടു 10 ആയി. അപ്പൊ സൊല്യൂഷൻ എന്താ? x ഇസ് ഈക്വൽ ടു 10 y ഈക്വൽ ടു മൈനസ് 10. ഇപ്പൊ രണ്ടിന്റെ സൊല്യൂഷൻ കിട്ടി. ഇനി വേറെ പ്രോബ്ലം ചെയ്യാണ്. സോൾവ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 ഈക്വൽ ടു y മൈനസ് 1 ബൈ 3. x minus y by 2 equal to y minus 1 by 3 and 3x minus 4y by 5 equal to x minus 10. ഇങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാണ്ട് നമ്മുടെ കാര്യം നടക്കില്ല. അപ്പൊ നമുക്ക് റീഅറേഞ്ച് ചെയ്യാതെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അതായത് ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് ന്യൂമറേറ്ററിൽ അല്ലെങ്കിൽ മുകളിലേക്ക് പോകും. 3നെ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ ന്യൂമറേറ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്ത് വരും? എങ്ങനെ ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കേൾക്കാനില്ലാത്ത കാരണം ഞാൻ തന്നെ പറയുകയാണ്. ഇതുപോലെ വരും. 3 ഇൻറ്റു ഇവിടെ കാണിച്ചിരിക്കണ 3 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് 1 അങ്ങനെ വരും. അപ്പൊ അതെന്താവും? അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3x മൈനസ് 3y ഈക്വൽ ടു 2y മൈനസ് 2 വരും. ഇനി എല്ലാം കൂടി ഒരേ സൈഡിലാക്കി കഴിയുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ എന്താവും? 3x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 2 എന്ന് വരും അല്ലെ? അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതാണ് സെക്കൻഡ് ഇക്വേഷനും ചെയ്യണം. സെക്കൻഡ് ഇക്വേഷൻ ഇതായിരുന്നു. 3x മൈനസ് 4y ബൈ 5 ഈക്വൽ ടു എക്സ് മൈനസ് 10 ആണ്. ഈ 5നെ മുകളിലേക്ക് എടുക്കുക. 5നെ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താവും? 3x മൈനസ് 4y ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 10. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ 3x മൈനസ് 4y ഇസ് ഈക്വൽ ടു 5x മൈനസ് 50. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എക്സുകളെല്ലാം ഒരുമിച്ചാക്കുക. അതായത് ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? 5x മൈനസ് 5x പ്ലസ് 3x വരും. അപ്പൊ മൈനസ് 2x വരും. പിന്നെ മൈനസ് 4y ഓൾറെഡി ഉണ്ട്. പിന്നെ ഈക്വൽ ടു മൈനസ് 50 ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇക്വേഷന്റെ എല്ലാ ഭാഗത്തിനെയും നമുക്ക് വേണമെങ്കിൽ 2 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? മൈനസ് എക്സ് വരും. സോറി, മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലായിടത്തെയും നെഗറ്റീവ് ചാർജ് പൊക്കോളും. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2y വരും. എക്സ് പ്ലസ് 2y ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. അപ്പൊ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 25. അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷന് നമ്പർ ഇട്ടു. ഇതിന്റെ മുമ്പത്തെ ഇക്വേഷൻ ഇവിടത്തെ ഇക്വേഷന് നമ്മൾ 1ഉം നമ്പർ ഇട്ടായിരുന്നു. അപ്പൊ ആ 1ഉം 2ഉം നമുക്ക് എഴുതുകയാണ് ഇവിടെ. 1 3x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 2. 2 ഇതായിരുന്നു. ഈ 2നെ നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റുകൾ സെയിം ആവും. ഓക്കെ, 3 വെച്ച് മൾട്ടിപ്ലൈ 2 സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 3 ഗിവ്സ് വാട്ട്? 3x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 75. ഇനി ഇതിനെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ഈ 3x മൈനസ് 3x 0 ആയി പൊക്കോളും. മൈനസ് 5y മൈനസ് മൈനസ് 6y വരും. അപ്പം മൈനസ് 11y വരും. പിന്നെ ഇവിടെ മൈനസ് 2 മൈനസ് 75 വരും. അപ്പം മൈനസ് 77 വരും. അപ്പൊ എന്താണ് അതിന്റെ സൊല്യൂഷൻ? എന്താ? y ഈക്വൽ ടു 7 എന്ന് കിട്ടും. മൈനസും വെട്ടിപ്പോയിട്ട് y ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഈ yയുടെ ആൻസർ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 25. ഫസ്റ്റ് ഇക്വേഷനിൽ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ സൗകര്യത്തിന് പറഞ്ഞതിൽ ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇവിടെ കൊണ്ടുപോയി വൈയുടെ ആൻസർ എഴുതുന്നു. അപ്പൊ എന്താ? y 7 ആണ്. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു 7 ഈക്വൽ ടു 25. അതായത് എക്സ് പ്ലസ് 14 ഇസ് ഈക്വൽ ടു 25. അതായത് 14 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 14 വരും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 11 എന്ന് കിട്ടി.
അപ്പൊ രണ്ട് വാല്യൂസും കിട്ടി. y ഈക്വൽ ടു 7 x is equal to 11 ആണ് രണ്ട് സൊല്യൂഷൻസ്. ഇതുപോലെ തന്നെ വേറെ പ്രോബ്ലം കൂടി ഞാൻ ചെയ്യാണ്. അപ്പൊ ഒത്തിരി പ്രോബ്ലംസ് ആയി, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. സോൾവ് 7 by x plus 3 by y equal to 11 by 5. 5 by y minus 15 by x is equal to 1 ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുക? ഇതിനെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് എളുപ്പ വഴി എന്ന് പറയുന്നത് 1 by x-നെ a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 by y-നെ b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ വേറൊരു വേരിയബിൾ കിട്ടും. ആ വേരിയബിൾ സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ റെസിപ്രോക്കൽ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് കിട്ടും. അതുപോലെ ബിയുടെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് y കിട്ടും. അങ്ങനെയാണ് നമ്മൾ പോവാൻ പോണത്. അപ്പൊ നമുക്കൊരു രണ്ട് പുതിയ വേരിയബിൾസ് ആണ് നമ്മൾ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. എയും ബിയും ആക്കി. അപ്പൊ 1 by x a ആണെങ്കിൽ 7a plus 3b 1 by y b ആണ്. അപ്പൊ ഇവിടെ എന്താവും? 3b ആവും ഈക്വൽ ടു 11 by 5. ഈക്വേഷൻ എന്താവും? 1 by y b ആണ്. അപ്പൊ 5b minus 15a ഈക്വൽ ടു 1 അങ്ങനെയാവും. അപ്പൊ ഇതാണ് 1ഉം 2ഉം. ഇനി ഇതിന് നമ്മുടെ കോഎഫിഷ്യൻസ് ഒന്നും സെയിം അല്ലാത്തതുകൊണ്ട് കോഎഫിഷ്യന്റ് സെയിം ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാ? 1നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. One into 5. 1 into 5ഉം 2 into 3ഉം ചെയ്തിരിക്കുകയാണ്. അതായത് ബി എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് 0 ആക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. 1നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ ആണെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് രണ്ടും സെയിം ആയി പൊക്കോളും. അപ്പൊ 1നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 into 5 7 into 5 35a plus 15b is equal to 11. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് 11 ആയി. അപ്പൊ അതാണ് ഇക്വേഷൻ. ഇനി 2 into 3 ചെയ്യാണ്. 2 into 3 ആവുമ്പോൾ എന്ത് വരും? ആദ്യം a ടേം എഴുതാം, മൈനസ് 45a. അതായത് 15 into 3 എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ മൈനസ് 45a പ്ലസ് 5 into 3 എന്ന് പറയുന്നത് 15 പ്ലസ് 15b is equal to 3. അത് കിട്ടി. ഇനി രണ്ടും കൂടെ മൈനസ് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 15b പൊക്കോളും. 15b മൈനസ് 15b 0 ആവും. ഇവിടെ എന്ത് വരും? 35a മൈനസ് ഓഫ് മൈനസ് 45a വരും. അപ്പൊ പ്ലസ് ചെയ്യുക. അപ്പൊ 80a വരും. ഇവിടെയും അതുപോലെ 11 മൈനസ് 3 എന്ന് പറയുന്നത് 8 വരും. അപ്പൊ 80a ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പൊ എയുടെ വാല്യൂ എന്താ? 1/10. a is equal to 1/10. ഈ 1/10 എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ടുപോയി സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനിൽ 5b മൈനസ് 15 ഇൻറ്റു 1/10 is equal to 1. ഈ എക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1/10. അപ്പൊ എന്ത് വന്നു? b അല്ലെങ്കിൽ 5b ഈക്വൽ ടു 15ഉം 10ഉം. 5b equal to 1 plus 15/10 വരും. അപ്പൊ LCM എടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് LCM എടുത്താൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. LCM 10 തന്നെയാണ്. അപ്പൊ 10 വെച്ച് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 10 വരും. അപ്പൊ എന്ത് വരും? 25. 10 plus 15/10 വരും. അപ്പൊ 25/10 വരും. അപ്പൊ 25/10 ആണ് 5b എന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് b എന്തായിരിക്കും? ഈ 5നെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ അടിയിലേക്ക് പോകും. അപ്പൊ 25/10 into 1/5. അപ്പൊ എന്ത് വരും? 1/2. 5ഉം 25ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോ അതുപോലെ ഈ 10ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 1/2 വരും. അപ്പൊ ബിയുടെ ആൻസർ 1/2 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/x is equal to a ആണെങ്കിൽ x is equal to എന്താ? 1/a ആണ്. അതുപോലെ 1/y equal to b ആണ്. അപ്പൊ b equal to 1/y ആണ്. അപ്പൊ x is equal to എയുടെ ആൻസർ 1/10 ആയിരുന്നു. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ 10/1 ആയി. y equal to
1/b ആണ്. അപ്പൊ ബിന്റെ റെസിപ്രോക്കൽ 1/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പൊ എന്ത് വരും ആൻസേഴ്സ് x is equal to 10 ഉം y equal to 2 ഉം. അതാണ് സൊല്യൂഷൻ. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ പ്രോബ്ലംസും ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എക്സർസൈസ് ഉണ്ട്, എക്സർസൈസിലുള്ളതും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.